സംസ്ഥാനത്ത് കാലവർഷം സജീവമാകാൻ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 4 ദിവസം കനത്ത മഴ തുടരും. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പിൽ, അതായത് ഈ 10 മണിക്ക് വന്ന മുന്നറിയിപ്പിലും ഈ 12 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലയൊഴികെയുള്ള പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലവർഷം എത്തുന്നതിന് പിന്നാലെ തന്നെ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടി ആഘാതത്തിൽ ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പക്ഷേ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഈ നഗരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ ഈ ഉൾമേഖലകളിലും വനമേഖലകളിലും ഒക്കെ മഴ കനക്കാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്, കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ, കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ കടലിൽ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ആ വിലക്ക് തുടരുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി വരെയാണ് വിലക്ക് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ അടുത്ത 5 ദിവസങ്ങൾ, അതായത് തിങ്കളാഴ്ച വരെ, ജൂൺ 3-ാം തീയതി വരെ ഈ 12 ജില്ലകളിലും ഈ യെല്ലോ മുന്നറിയിപ്പ് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കാലവർഷം, അതായത് നേരത്തെ അറിയിച്ചിരുന്നത് ഈ കാലവർഷം മെയ് 31 എത്തും എന്നുള്ളത് തന്നെയാണ്. ഈ ഇന്നലെ രാത്രി വന്ന മുന്നറിയിപ്പിലും ഇന്ന് രാവിലെ വന്ന മുന്നറിയിപ്പിലും ഈ 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വേണു, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.